Atma Namaste. Today's video is for all my brothers who are watching. കുറച്ച് പേര് അതിനെ സ്ക്രോൾ ചെയ്ത് വിടുമായിരിക്കും. സോ ഓൾ മൈ സിസ്റ്റേഴ്സ്, നിങ്ങളുടെ ഹസ്ബൻഡ്മാർക്കും ഫാദേഴ്സിനും ബ്രദേഴ്സിനും ഒക്കെയും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഫ് യു ഫീൽ ഇൻസെക്യൂർ വിത്ത് ദം, ഈ വീഡിയോ അവർക്ക് ഉപകാരപ്പെടും. ബിക്കോസ് മെൻ എന്ന് പറയുന്നത് ദേ ആർ ഓൾവേസ് അഫ്രേഡ് ടു ഗെറ്റ് ഹീൽഡ്. അവർക്ക് ഹീലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ പേടിയാണ്. ബിക്കോസ് അവർ ജഡ്ജ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അവർക്ക് പ്രൈമറിലി അവരെ പേടിപ്പെടുത്തുന്നത്. അവർ മറ്റുള്ളവരാൽ ജഡ്ജ് ചെയ്യപ്പെടും. ബിക്കോസ് ദേ ആർ വെരി വീക്ക് മസ്കുലൈൻ. അവർ ഇപ്പോഴും കരുതി വെച്ചേക്കുന്നത്, ഓൾവേസ് അവർ പഠിച്ചു വന്നേക്കുന്നത് മെൻ ആർ നോട്ട് സപ്പോസ് ടു ക്രൈ. അവർ ഇമോഷൻസ് സപ്രസ് ചെയ്യേണ്ട ആളുകളാണ്, ഒരിക്കലും കരയരുത്. ഇതാണ് അവരുടെ പാരൻസിന്, ഫാദറിനും ഗ്രാൻഡ് ഫാദറിനും അവിടെ നിന്നൊക്കെ അവർക്ക് കിട്ടിയിട്ടുള്ള ലെസൺ ഇതാണ്. പുരുഷന്മാരാണ്, ആൺകുട്ടികൾ കരഞ്ഞൂടാ എന്നുള്ളൊരു വാക്ക് കേട്ട് വളർന്നു വന്നവരായതുകൊണ്ട് തന്നെ അവർക്ക് ഹീലിംഗ് ഇതെന്താണെന്ന് അറിയണമെന്നുണ്ട്. പക്ഷെ അവർക്ക് ഒരു ലൈക്ക് സംതിങ് വിൽ ഒരു റിപ്പൽഷനാണ് വരുന്നത്. ഒരു ഹീലറിൻ്റെ അടുത്ത് പോകുക അല്ലെങ്കിൽ ഫൊർഗീവ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഒരു റിപ്പൽഷൻ നടക്കും. ബിക്കോസ് ഇവർ ജഡ്ജ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ ഭയം. ബിക്കോസ് ഇവർ വൈബ്രേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഷെയിം എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസിയിലാണ്. നിങ്ങൾക്ക് മാപ്പ് ഓഫ് കോൺഷ്യസ്നസ് എടുത്ത് നോക്കിയാൽ അറിയാം. ഫിയർ, ഷെയിം, ഗിൽട്ട് എന്ന് പറയുന്നത് ലോ വൈബ്രേഷൻസ് ആണ്. ഇവർ ഈ ഒരു ഫ്രീക്വൻസിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ആണുങ്ങളിലാണ് കൂടുതലും അറ്റാക്ക് വരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അറ്റാക്ക് വരുന്നതാണെങ്കിലും സൂയിസൈഡൽ ടെൻഡൻസി, സൂയിസൈഡ് ചെയ്യുന്നതും കൂടുതലും പുരുഷന്മാരാണ്. ബിക്കോസ് അവർ നിൽക്കുന്ന ഈ ഫ്രീക്വൻസി ഷെയിം എന്ന് പറയുന്ന, ആങ്കർ എന്ന് പറയുന്ന, ഫിയർ എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസിയിൽ അവർ കൂടുതലും വൈബ്രേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ആ ഒരു തോട്ട് വരുന്നത്. സോ ഞാൻ പുരുഷന്മാരോട് പറയാണ്, ഇറ്റ് ഈസ് ഓക്കെ ടു എക്സ്പ്രസ് യുവർ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാനുള്ളതാണ്. നമ്മൾ പഠിച്ചു വന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ആൺകുട്ടികൾ കരഞ്ഞൂടാ എന്ന് പറയുന്ന കാര്യങ്ങൾ, ഇത് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് വച്ചേക്കുന്ന കാര്യങ്ങളാണ്. അത് എന്ന് നിങ്ങൾ അതിൽ നിന്ന് പുറത്തു വരുന്നു, അവിടാണ് നിങ്ങളുടെ ഹീലിംഗ് സ്റ്റാർട്ട് ആവുന്നത്. ഓക്കെ, സോ യു ഹാവ് ടു എക്സ്പ്രസ്. ആൻഡ് ഇതുവഴി മാത്രമേ നിങ്ങൾക്കൊരു സ്ട്രോങ് ഫെമിനൈനെയും അട്രാക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻസ് എപ്പോഴും ഫെയിലിയർ ആയിരിക്കും. അതുപോലെ തന്നെയാണ് വീക്ക് മസ്കുലൈൻസ് എപ്പോഴും സ്ട്രോങ് മസ്കുലൈൻ്റെ അടുത്ത് ഭയങ്കരമായിട്ടും ഒരു ജലസി ഫീലിംഗ് ആയിരിക്കും. ബിക്കോസ് സ്ട്രോങ് ആയിട്ടുള്ള ഫെമിനൈൻ എപ്പോഴും സ്ട്രോങ് മസ്കുലൈൻ ആയിരിക്കും അട്രാക്റ്റ് ചെയ്യുക. ലൈക്ക് അല്ലാത്ത പക്ഷം റിലേഷൻസ് എപ്പോഴും ഇങ്ങനെ ബ്രേക്കപ്സ് വന്നുകൊണ്ടേയിരിക്കും. ഒരു പോയിന്റിൽ ഒരു സ്ട്രോങ് മസ്കുലൈനെ പറ്റിയിട്ട് ഒരു വീക്ക് മസ്കുലൈൻ പറയുന്നത് അവനൊരു പെണ്ണനാണ്. അത് പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാമിലി, ഒരു ഹസ്ബൻഡും വൈഫുമായിട്ട് പോകുന്ന ഒരു ഫാമിലിയെ കാണുമ്പം വീക്ക് മസ്കുലൈൻ എപ്പോഴും പറയുന്നൊരു കാര്യം, അവനൊരു പെണ്ണനാണ്, ആ പെണ്ണിൻ്റെ പിറകെ ഇങ്ങനെ ഇങ്ങനെ പാവാടത്തുമ്പയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഐറ്റമാണ് എന്ന് പലപ്പോഴും പറയുന്നത് വീക്ക് മസ്കുലൈൻസ് ആണ്. നിങ്ങളത് മനസ്സിലാക്കുക. സോ ഇവരെ തിരുത്തുക എന്ന് പറയുന്നത് ത്രൂ സെൽഫ് ലവ്. അത് ഇവിടെ എൻ്റെ ബ്രദേഴ്സ് ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഓക്കെ, നോ വൺ ഈസ് കമ്മിങ് ടു ജഡ്ജ് യു. ദിസ് ഈസ് യുവർ ലൈഫ്. ഇത് നിങ്ങളുടെ ജീവിതമാണ്. ഇഫ് യു വാണ്ട് ടു ചേഞ്ച് ആൻഡ് ടു ലീഡ് എ ഹാപ്പി ലൈഫ്, സെൽഫ് ലവ്. ഈ സെൽഫ് ലവ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, അല്ല ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ത്രൂ എക്സ്പ്രസ്സിങ് യുവർ ഇമോഷൻസ്. അത് എന്തും ആയിക്കോട്ടെ, എക്സ്പ്രസ് ചെയ്യുക. ആ സ്നേഹം എന്ന് പറയുന്നത് ഉള്ളിൽ വെക്കാനുള്ള കാര്യമല്ല. അല്ലെങ്കിൽ ഭാര്യയായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയായിട്ട് എപ്പോഴും നിങ്ങളുടെ ഫെമിനൈൻ എനർജി, നിങ്ങളുടെ ഉള്ളിലെ ഫെമിനൈൻ എനർജീനെ നിങ്ങൾ ആദരിക്കാൻ തുടങ്ങുക. അതാണ് ഇമോഷൻസ്. അതിനെ സ്നേഹിക്കാൻ തുടങ്ങുക. ചുറ്റിനും നിൽക്കുന്ന സ്ത്രീകൾ, നിങ്ങൾ ചിലപ്പോൾ ഇപ്പം ഞാനൊരു റിലീജിയനെ വെച്ച് പറയുന്നതല്ല, നിങ്ങൾ ഇപ്പോൾ ഒരു ദേവി ഉപാസകനായിരിക്കാം. പക്ഷേ വീട്ടിലുള്ള അമ്മേനെയും ഭാര്യേനെയും പെങ്ങളെയും സ്നേഹിക്കുന്നില്ല, അവർക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് എവിടെ നിന്നാണ് ആ ഒരു ഫെമിനൈൻ എനർജി നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് വരാം? എപ്പോഴും എന്ന് പറയുന്നത് നമ്മൾ ഫെമിനൈൻ എനർജീനെ അത് ഡിവൈൻ ആണെന്ന് മനസ്സിലാക്കാം. അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം യു വിൽ സ്റ്റാർട്ട് ഹീൽ. ആ ഒരു സമയത്താണ് നിങ്ങൾ ഹീൽ ചെയ്യാൻ തുടങ്ങുന്നതും. ആൻഡ് യു വിൽ സ്റ്റാർട്ട് അട്രാക്റ്റിംഗ് എവറിത്തിങ് ഇൻ യുവർ ലൈഫ്. അത് എവിടെ തുടങ്ങും?
ഫെമിനൈനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ, കൂടെ നിൽക്കുന്ന ഏത് സ്ത്രീയും ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, കൂടെ നിൽക്കുന്നതെന്നല്ല, സ്ത്രീകളെ ബഹുമാനിക്കാൻ തുടങ്ങുക. അവിടെ നിങ്ങൾക്ക് സെൽഫ് ലവ് വർദ്ധിക്കുകയാണ് ചെയ്തത്. ബിക്കോസ് നിങ്ങളെന്ന് പറയുന്നത് ഫാദർ ആൻഡ് മദറാണ്. ഫെമിനൈൻ എനർജി ഈസ് ദയർ. നിങ്ങളുടെ ഫെമിനൈനെയാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് ത്രൂ ദീസ് ഫെമിനൈൻ അറൗണ്ട് യു. ഓക്കെ, ആൻഡ് യു ക്യാൻ ഗെറ്റ് കണക്റ്റഡ് ടു ദാറ്റ് ഫെമിനൈൻ എനർജി ആൻഡ് ഗെറ്റ് ഹീൽഡ് സൂൺ. ഇതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഹീലാവാനുള്ള ഒരു മാർഗം. സോ എക്സ്പ്രസ് യുവർ ഇമോഷൻസ് ആൻഡ് ഗെറ്റ് ഹീൽഡ് ഫാസ്റ്റർ. ഓക്കെ, ഇത് എനിക്ക് പുരുഷന്മാരോടാണ് ഇത് പറയാനുള്ളത്. ആക്ച്വലി ഇത് കാണുന്നത് കൂടുതലും സ്ത്രീകളായിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരിമാർ ഇത് നിങ്ങളുടെ ഭർത്താക്കന്മാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കുന്നവർ പെട്ടെന്ന് അവർ അവയർനെസ്സിലോട്ട് എത്തട്ടെ. നമസ്തേ.